ഹായ്. കഴുത്തിന്റെ ചുറ്റുമുള്ള കറുപ്പ് നിറം, അതുപോലെ തന്നെ കാലിന്റെ തുടയിലുള്ള കറുപ്പ് നിറം, കൈമുട്ടിന്റെ ഈ ഭാഗത്തിലെ കറുപ്പ് നിറമൊക്കെ ചിലവിൽ കാണാറുണ്ട്. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ അക്കാൻഡ്രോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ റീസൺസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽസിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോഴും ഇതുപോലെ ബ്ലാക്കിഷ് ഡിസ്ക്ലേഷൻ കണ്ടുവരുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞവരിൽ ഇതൊരു മെയിൻ കോസ്മെറ്റിക് കൺസേൺ ആണ്. ആ ടൈമിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിന്റെ വേരിയേഷൻ ഉണ്ടാവുകയും അപ്പോൾ ഇതുപോലെ മെലാനിന്റെ പ്രൊഡക്ഷൻ കാരണം ഇങ്ങനെ ബ്ലാക്കിഷ് ഡിസ്ക്ലേഷൻ കണ്ടുവരാറുണ്ട്. വേറെ റീസൺ പറഞ്ഞത് ഒബീസിറ്റി. നല്ല വണ്ണമുള്ളവരിൽ ഇതുപോലെ ഡാർക്ക് പാച്ചസ് കാണാറുണ്ട്. ഇതിന്റെ റീസൺ പറഞ്ഞാൽ സ്കിന്നിന്റെ ഫ്രിക്ഷൻ കൊണ്ടാണ്. ചിലവര് സ്ഥിരമായിട്ടൊരു മാല ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്തും ഇങ്ങനെ ബ്ലാക്കിഷ് ഡിസ്ക്ലേഷൻ കാണാറുണ്ട്. ഇതിന്റെ റീസൺ എന്താ വെച്ചാൽ ആ മാല ഇട്ട ഭാഗവും സ്കിന്നും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഇതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്കിഷ് ഡിസ്ക്ലേഷൻ വരുന്നത്. നമുക്കിതിന് എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം നോക്കാം. ഫസ്റ്റ് വേണം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഡയറ്റ്, വർക്ക്ഔട്ട്, സ്ലീപ്പ്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യണം. ഫുഡിലാണെങ്കിൽ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ് ഇവയെല്ലാം നന്നായിട്ട് ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തണം. വർക്കൗട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെയിലി ഒരു 15 to 30 മിനിറ്റ്സ് വർക്കൗട്ട് എന്തായാലും ചെയ്യണം. ബിക്കോസ് ഇതെല്ലാം ഒരു ഹോർമോണൽ ചേഞ്ചസ് കാരണം, പിന്നെ അതുപോലെ നമ്മുടെ ബോഡിയിലെ ഷുഗർ, ഇൻസുലിൻ്റെ ഒരു വ്യതിയാനം കാരണം അങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്. സോ മെറ്റബോളിസം ഫസ്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്യണം ടോട്ടലായിട്ട്. സോ ഡയറ്റ്, വർക്കൗട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് വെള്ളം, ബോഡി എപ്പോഴും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കൊരു ലേപനം പോലെ ചെയ്യാൻ പറ്റുന്നത് മഞ്ഞൾ, മഞ്ചട്ടിപ്പൊടി, ഈ രണ്ടും കൂടി പാലിലോ തൈരിലോ മിക്സ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് ഡിസ്ക്ലേഷൻ ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 15 to 30 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് ഡിസ്ക്ലറേഷൻ ഇങ്ങനെ ലോ ആയി വന്നോളും. സോ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് സുഖമായി മാറ്റിയെടുക്കാൻ പറ്റും. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ ഡയറ്റും വർക്കൗട്ടും ഈ കാര്യത്തിലാണ്. ബിക്കോസ് മെറ്റബോളിസം, ഹോർമോണൽ ഇതെല്ലാം ഒന്ന് സ്റ്റേബിളായി മാത്രമേ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ട്.